യൂണിറ്റ് 2 നമ്മൾ നോർമൽ ഇലക്ട്രോ കാർഡിയോഗ്രാം അതിൽ വരുന്ന ഭാഗങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിന് മുന്നേ നമ്മൾ ഒരു ഡയഗ്രാം, അതായത് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അത് നോക്കുക. നമുക്ക് കാണാൻ പറ്റും പി ആർ ഇൻ്റർവൽ, പി ആർ സെഗ്മെൻറ്റ്, ക്യു ആർ എസ് കോംപ്ലക്സ്, ക്യു ടി ഇൻ്റർവൽ, എസ് ടി സെഗ്മെൻറ്റ്, ജെ പോയിൻ്റ്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്കൊരു നോർമലായിട്ടുള്ള ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഇ സി ജിയുടെ ഗ്രാഫിനെ നമ്മൾ സാധാരണഗതിയിൽ വേവ്, ഇൻ്റർവൽ, സെഗ്മെൻറ്റ്, കോംപ്ലക്സ്, പോയിൻ്റ് അങ്ങനെ 6 ഭാഗങ്ങളായിട്ട് നമ്മൾ അതിനെ തിരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എളുപ്പത്തിൽ നോക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മളങ്ങനെ 6 ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒരു നോർമൽ ഇ സി ജിയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വേവ്സ് ഉണ്ട്, ഇൻ്റർവെൽസ് ഉണ്ട്, സെഗ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കോംപ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഡയഗ്രാം, ആ ഡയഗ്രത്തിൽ ഡിഫറെൻറ്റ് കളർ പാറ്റേണിൽ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വേവ്, എന്താണ് ഇൻ്റർവെല്, എന്താണ് സെഗ്മെൻറ്റ്, കോംപ്ലക്സ് എന്താണ്, എന്താണെന്നെല്ലാം വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് വേവ്സ്. വേവ്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ലൈനിൽ നിന്ന് പോസിറ്റീവായിട്ടോ, അതായത് നമ്മളൊക്കെ അറിയാം ഒരു നോർമൽ ലൈൻ വരച്ചു, അതിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വേവ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് വേവ്സ് എന്ന് പറയുന്നത്. ആ ലൈനിന് താഴേക്ക് വരുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ വേവ്സ്, അതിൽ നിന്ന് വരുന്ന മാറ്റം, ആ നേർരേഖയിൽ നിന്ന് വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താഴേക്ക് വരുന്നതിനെ നമ്മൾ നെഗറ്റീവ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് വേവ്സ് എന്ന് പറയും. അപ്പോൾ വേവ് 2 തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ടുള്ള ഡിഫ്ലക്ഷൻ വേവും, ഒന്ന് നെഗറ്റീവായിട്ടുള്ള ഡിഫ്ലക്ഷൻ വേവ്. അത് താഴേക്ക് വരുന്നത് നെഗറ്റീവ്, മുകളിലേക്ക് വരുന്നത് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഇവൻറ്റ് നമ്മൾ അറ്റ് എ ടൈം ഇ സി ജിയിൽ ഒരുപാട് സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയത്തെ ഒരു ഇൻ്റർവൽ ടൈമിലേക്കുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഈ ഗ്രാഫിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഇവൻറ്റ്, ആ ഒരു ഇവൻറ്റ് കഴിയുമ്പോൾ ഈ സെയിം ഇവൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫിൻ്റെ ഇത്രയും പറഞ്ഞിട്ടുള്ള വേവ്, ഇൻ്റർവൽ, സെഗ്മെൻറ്റ്, പി ക്യു ആർ എസ് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് അടുത്ത വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേവിൽ തന്നെ നമ്മൾ പി വേവ്, ക്യു വേവ്, ആർ വേവ്, എസ് വേവ്, ടി വേവ്, യു വേവ് എന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടി വേവ് വരെയാണ് സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്നത്. യു വേവ് നമ്മളധികം കൺസിഡർ ചെയ്യാറില്ല. നമുക്ക് പി വേവ് ആ ഒരു ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്യു വേവ് ആണ്, പിന്നെ ആർ വേവ്, എസ് വേവ്, ടി വേവ്. കറക്റ്റായിട്ട് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ എസ് വേവ് നോക്കിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി ആണ്, താഴേക്കാണ് വരുന്നത്. അതുപോലെ ക്യു വേവും താഴേക്കാണ് വരുന്നത്. ആ കറക്റ്റ് കളർ കോഡ് വെച്ച് മാച്ച് ചെയ്ത് ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വേവ്സിനെയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു നോർമൽ ഇ സി ജിയിൽ വരുന്ന വേവ്സാണ് പി വേവ്, ക്യു, ആർ, എസ്, ടി. യു കൂടിയുണ്ട്, നമ്മൾ യു അധികം കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര വേവ്സാണ് ഒരു നോർമൽ ഇ സി ജിയിലുള്ളത്. ഇനി നമ്മൾ ഇൻ്റർവൽ നോക്കുകയാണെങ്കിൽ 2 ഇ സി ജി ഇവൻറ്റ്സ്, ഒരു ഇ സി ജി ഇവൻറ്റിൻ്റെ ഡയഗ്രമാണ് നമ്മൾ ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഒരു ഇ സി ജി ഇവൻറ്റ്. അത് കഴിയുമ്പോൾ ഈ സെയിം ഇ സി ജി ഇവൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇ സി ജി ഇവൻറ്റും അടുത്ത ഒരു ഇ സി ജി ഇവൻറ്റും തമ്മിലുള്ള ഇൻ്റർവൽ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഇൻ്റർവൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പി ആർ ഇൻ്റർവൽ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. ഇപ്പം നോക്കി, ഇതിൽ കാണാം പി കഴിഞ്ഞിട്ട്, പി വേവ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻ്റർവെല്ല് കാണാം പി വേവിനും ആർ വേവിനും ഇടയിലായിട്ട്. അതിന് നമ്മൾ പി ആർ ഇൻ്റർവെൽ എന്ന് പറയും. അതുപോലെ
QRS ഇൻ്റർവെൽ, QRS കോംപ്ലക്സ് നമ്മൾ കാണുന്നുണ്ട്. ആ ക്യൂവും ആറും എസ്സും അതിനിടയിലുള്ളൊരു ഇൻ്റർവെല്ലിനെയാണ് QRS ഇൻ്റർവെൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് QT ഇൻ്റർവെല്ലും RR ഇൻ്റർവെല്ലും. QT ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ആ ക്യൂവിനും ടിക്കും ഇടയിൽ വരുന്ന ഇൻ്റർവെൽ, ക്യൂ സെഗ്മെൻറ്റും ടി സെഗ്മെൻറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനിടയിൽ വരുന്ന ആ ഒരു ടൈം ലാപ്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ QT ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ST ഇൻ്റർവെല്ലുണ്ട്. അതാണ് ഇൻ്റർവെല്ലിൽ വരുന്നത്. ഇനി വരുന്നതാണ് സെഗ്മെൻറ്റ്സ്. സെഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ECGയിൽ മെയിനായിട്ട് വരുന്ന സെഗ്മെൻറ്റാണ് PR സെഗ്മെൻറ്റ്, ST സെഗ്മെൻറ്റ്, TP സെഗ്മെൻറ്റ്. അത് കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. PR സെഗ്മെൻറ്റ്, ST സെഗ്മെൻറ്റ്, QT സെഗ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്കതിൽ കാണാം. QTക്ക് ഇടയിലുള്ള സെഗ്മെൻറ്റാണ് QT സെഗ്മെൻറ്റ്, Pക്കും Rനും ഇടയിലുള്ളത് PR സെഗ്മെൻറ്റ്, Sനും Tക്കും ഇടയിൽ ST സെഗ്മെൻറ്റ്. ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം, അതാണ് സെഗ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയാണ് അതിലൊരു കോംപ്ലക്സ് വരുന്നുണ്ട്. അതിലൊരൊറ്റ കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ, അതാണ് QRS കോംപ്ലക്സ്. QRS കോംപ്ലക്സ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റും ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നല്ലൊരു ഡിഫ്ലക്ഷനിൽ ഉയർന്നിരിക്കുന്ന തരത്തിൽ നമുക്ക് QRS കോംപ്ലക്സ് കാണാൻ പറ്റും. പിന്നെ അതിൽ വരുന്നത് ഒരൊറ്റ പോയിൻ്റാണ്. ആ പോയിൻ്റ് എന്ന് പറയുന്നത് QRS കോംപ്ലക്സ് കഴിഞ്ഞിട്ടുള്ള പോയിൻറ്റും ST സെഗ്മെൻറ്റ് തുടങ്ങുന്നതിനും ഇടയിലുള്ള ഒരു കുഞ്ഞു പോയിൻ്റ്, അതിനെയാണ് നമ്മൾ J പോയിൻ്റ് എന്ന് പറയുന്നത്. ആ J പോയിൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ J പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ECGയുടെ ഡയഗ്രാം നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഇരിക്കും. പക്ഷേ ആ J സെഗ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സിംപ്ലി നമുക്ക് വരുന്ന ഹാർട്ട് അറ്റാക്ക് മനസ്സിലാകുന്നത് ഈ J പോയിൻറ്റിൽ നിന്നുള്ള അടുത്ത വേവ് സ്റ്റാർട്ട് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് കണ്ടീഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ECGയുടെ മെയിൻ പാർട്സ് പറഞ്ഞു. P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് വ്യക്തമായി മനസ്സിലാവാൻ നമ്മൾ ആ ഡയഗ്രാം വെച്ച് നോക്കുക. ഡയഗ്രാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും.